പണ്ട് പർവ്വതങ്ങൾക്കും മരുഭൂമിക്കും ഇടയിലുള്ള ശാന്തമായ ഒരു ഗ്രാമത്തിൽ അയാൻ എന്നൊരു പാവൻ കുട്ടി താമസിച്ചിരുന്നു. അവന് മാതാപിതാക്കളില്ലായിരുന്നു. ദയയോടെ അവനെ കൂട്ടിക്കൊണ്ടുപോയ ഒരു പഴയ ഇടയനൊപ്പമായിരുന്നു അയാൻ താമസിച്ചിരുന്നത്. എല്ലാ ദിവസവും ആടുകളെ മേച്ചു പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇടയനെ അയാൻ സഹായിക്കും. പകരം ഒരു കഷ്ണം റൊട്ടിയും കുറച്ച് ഈത്തപ്പഴവും നൽകി അയാനെ സഹായിക്കും. അയാൻ ഈത്തപ്പഴം ഇഷ്ടപ്പെട്ടു. പക്ഷെ അവൻ ഒരിക്കലും വിത്തുകൾ വലിച്ചെറിയില്ല. ഒരു വിത്തും അള്ളാഹുവിൽ നിന്നുള്ള സമ്മാനമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനാൽ അവൻ അവയെ ഒരു ചെറിയ സഞ്ചിയിൽ സൂക്ഷിക്കുമായിരുന്നു. ഒരു വൈകുന്നേരം അവർ മേച്ചിൽപ്പുറത്തു നിന്നും മടങ്ങുമ്പോൾ വഴിയിലൊരു വൃദ്ധ ഇരിക്കുന്നത് അയാൻ കണ്ടു. അവൾ ക്ഷീണിതയും വിശപ്പും പോലെ കാണപ്പെട്ടു. അയാൻ നിർത്തി തൻ്റെ ചെറിയ ഭക്ഷണം സഞ്ചിയിൽ നിന്ന് നോക്കി. രണ്ടാമതൊന്നും ആലോചിക്കാതെ തൻ്റെ അപ്പവും ഈത്തപ്പഴം അവൾക്ക് നൽകി. സ്ത്രീ നന്ദിയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകട്ടെ കുഞ്ഞെ. നിങ്ങളുടെ പേരെന്താണ്? അയാൻ. അവൻ നാണത്തോടെ മറുപടി പറഞ്ഞു. അവൾ അവൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു, അയാൻ, നിനക്കുള്ളതെല്ലാം നീ എനിക്ക് തന്നു. നല്ല മനസ്സുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇന്നു രാത്രി ഒരു ദുആ ചെയ്യുക. അവനോട് എന്തും ചോദിക്കുക. അന്ന് രാത്രി അയാൻ ഒരു മരത്തിൻ്റെ കീഴിലിരുന്നു കൊണ്ട് റബ്ബിനോട് ചോദിച്ചു, അള്ളാഹുവേ, ഞാൻ സ്വർണമോ വെള്ളിയോ ആവശ്യപ്പെടുന്നില്ല. എന്നെ ഉപകാരപ്പെടുത്തുക. ഇടയാൻ എന്നെ സഹായിച്ചതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന ഒരാളായി എന്നെ മാറ്റുക. വർഷങ്ങൾ കടന്നുപോയി. അയാൻ വളർന്ന് ദയാലുവും ബുദ്ധിമാനും ആയിത്തീർന്നു. അദ്ദേഹം തൻ്റെ ഗ്രാമത്തിൽ ഈത്തപ്പഴ വിത്തുകൾ നട്ടുപിടിപ്പിച്ചു. എല്ലാ ദിവസവും നനച്ചു. സാവധാനം പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകി. യാത്രക്കാർക്ക് തണൽ നൽകി. മനോഹരമായ ഒരു ഈത്തപ്പഴം വളർന്നു. ഒരു പിടി വിത്തുകളെ കാരുണ്യത്തിൻ്റെ പൂന്തോട്ടമാക്കി മാറ്റിയ മനുഷ്യനെ കാണാൻ ദൂരെ ദിക്കുകളിൽ നിന്നും ആളുകളെത്തി. എന്നാൽ അയാൾ ഒരിക്കലും അതിൻ്റെ ക്രെഡിറ്റ് എടുത്തിരുന്നില്ല. അവൻ പുഞ്ചിരി കൊണ്ട് പറയും, ഒരു ചെറിയ പ്രവൃത്തി, ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന, ബാക്കിയുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യം. അതിനാൽ ഗ്രാമം അവൻ്റെ വളർച്ചയ്ക്കായി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്തു.